അടിപിടി കേസിൽ ഇന്നലെയാണ് ഫൈജാസിനെ വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പുലർച്ചെയോടെ വീട് കത്ത് നശിച്ചു. ഫൈജാസ് സ്ഥിരം മദ്യപിച്ച് ഉപദ്രവിക്കുന്നതിനാൽ വീട്ടുകാരെല്ലാം മാറിയാണ് താമസം. നമുക്കാരെയും സംശയമൊന്നുമില്ല എന്താ സംഭവിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആള് ഇന്നലെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആളല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്ന് രാവിലെ 5:30 പോലീസുകൾ വന്ന് നോക്കിയ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. ഒരു 6-6:15 ആകുമ്പോഴാണ് തൊട്ട വീട്ടിലെ സ്ഥിതി കാണുന്നതും ഇവർ പറയുന്നതും. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ഫയർഫോഴ്സിൽ അറിയിച്ചും ചെയ്തിട്ടുള്ളത്. അയൽവീടുകളുടെ വാതിലിൽ മുട്ടി ബഹളമുണ്ടാക്കുന്ന പതിവുമുണ്ട് ഇയാൾക്ക്. ഫൈജാസിന്റെ വിഷയം ഇപ്പോൾ ഇന്നലെ മുതലൊന്നല്ല. നാട്ടുകാർ നിരന്തരമായിട്ട് 6 വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറച്ചപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടീൻ്റെ ഫ്രണ്ട് വന്ന സമയത്ത് ആ കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ച സമയം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഈ നാട്ടുകാരനായിട്ട് ഒരാളെ ബട്ട് റോഡ് വെച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും രീതിയിൽ ആയുധം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടും ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാട്ടുകാരും ഫൈജാസും തമ്മിൽ സംഘർഷമുണ്ടായത്. വീടിന് നാട്ടുകാർ തീവച്ചതാണെന്ന സംശയവും പോലീസിനുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.